ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഇന്ന് ഭാഗവതം 10ാമത്തെ ഭാഗം നമുക്ക് വിശകലനം ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ഭീഷ്മ പിതാമഹൻ്റെ സ്വച്ഛന്ത മൃത്യുവായിരുന്നു. ഭഗവാനെ കൺകുളിർക്ക കണ്ടുകൊണ്ട് ഭഗവാന്റെ പാർത്ഥസാരഥി രൂപത്തിലുള്ള ഭഗവാനെ ആ മോഹന രൂപം വർണ്ണിച്ചുകൊണ്ട് മനസ്സിലത് ആവാഹിച്ച് ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് ചെന്ന് ചേരുന്ന ഭാഗം, ഭീഷ്മർ ചെന്ന് ചേരുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഹസ്തിനപുരിയിലെ ജോലികളെല്ലാം തീർത്ത ശേഷം ഭഗവാൻ തിരികെ ദ്വാരകയിലേക്ക് പോകുന്ന ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യുവാനുള്ളത്. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൽ നിന്ന് പാണ്ഡവരെയും ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെയും രക്ഷിച്ച ഭഗവാൻ യുധിഷ്ഠിരനെ രാജാവായി വാഴിച്ചു. അപ്പോൾ യുധിഷ്ഠിരന് രാജാവായി വാഴുന്നതിനുള്ള വൈമുഖ്യം കാരണം വാനപ്രസ്ഥത്തിന് പോകുന്നതാണ് ഉത്തമം. എനിക്ക് ഈ അധർമ്മത്തിലൂടെ ജയിച്ച അല്ലെങ്കിൽ അനേകം പ്രിയമുള്ളവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ യുദ്ധത്തിന് ശേഷം ലഭിച്ച രാജ്യം എനിക്ക് ഭരിക്കാൻ കഴിയില്ല ഭഗവാനെ എന്ന് വിഷമത്തോടുകൂടി പറയുമ്പോൾ അദ്ദേഹത്തിന് ധർമ്മത്തിൻ്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുവാൻ വേണ്ടി ഭീഷ്മരുടെ സമീപത്തേക്ക്, ശരശയ്യയിൽ കഴിയുന്ന ഭീഷ്മരുടെ സമീപത്തേക്ക് കൊണ്ടുപോയും അദ്ദേഹത്തിന് രാജധർമ്മങ്ങളും കുലധർമ്മങ്ങളും വ്യക്തിധർമ്മങ്ങളും എന്ന് വേണ്ട സർവധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭീഷ്മർ. അതിനുശേഷം മനസ്സടക്കി ഭീഷ്മർ ഭഗവാനെ ധ്യാനിച്ച് ആ തൃപ്പാദത്തിൽ ചെന്ന് ചേരുന്നു. യുധിഷ്ഠിരൻ്റെ സംശയങ്ങളെല്ലാം നീങ്ങി മനസ്സിൻ്റെ ചാഞ്ചല്യം മാറി വീണ്ടും രാജാവായി ഭഗവാൻ യുധിഷ്ഠിരനെ വീണ്ടും ഹസ്തിനപുരിയിലെത്തി ഭഗവാൻ രാജാവായി യുധിഷ്ഠിരനെ വാഴിക്കുന്നു. അങ്ങനെ സംതൃപ്തനായി തീർന്ന യുധിഷ്ഠിരൻ രാജ്യം സമാധാനത്തോടെ ഭരിക്കുന്നു. താൻ ചെയ്ത യുദ്ധം അധർമ്മമാണെന്ന ധാരണ ഭീഷ്മരുടെയും ശ്രീകൃഷ്ണൻ്റെയും ഉപദേശം കൊണ്ട് നീങ്ങിയ യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കുവാൻ അങ്ങനെ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭരണം തികച്ചും ധാർമ്മികമായിരുന്നതിനാൽ വേണ്ട സമയത്ത് മഴ പെയ്തിരുന്നു. സസ്യങ്ങളും ധാന്യങ്ങളും സമൃദ്ധമായി വളർന്നിരുന്നു. ആധികളും വ്യാധികളും എല്ലാ ക്ലേശങ്ങളും യുധിഷ്ഠിരൻ്റെ ഭരണകാലത്ത് പ്രജകൾക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രജാഹിതത്തെ മാനിച്ച് ധർമ്മത്തോടെ രാജ്യം ഭരിക്കുന്ന ആ ഭരണാധികാരികളുടെ രാജ്യത്ത് മഴയും അതുപോലെയുള്ള എല്ലാ മനുഷ്യന് നന്മയുള്ള കാര്യങ്ങളെല്ലാം സമൃദ്ധമായി ഉണ്ടാകും. വരൾച്ചയുണ്ടാകില്ല, പ്രളയം ഉണ്ടാവുകയില്ല, മഹാവ്യാധികൾ ഉണ്ടാവുകയില്ല, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല എന്നൊക്കെ നമ്മുടെ പുരാണത്തിൽ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി ഭഗവാൻ ഹസ്തിനപുരത്തിൽ പാണ്ഡവരോട് ഒന്നിച്ച് താമസിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പോകുവാനായി തേരിൽ കരേറി. അപ്പോൾ കുന്തിദേവിയും പാഞ്ചാലിയും സുഭദ്രയും ഉത്തരയും ഗാന്ധാരിയും ധൃതരാഷ്ട്രയും യുയുത്സുവും കൃപരും നകുലനും സഹദേവനും ഭീഷ്മരും ധൗമ്യ മഹർഷിയും എല്ലാവരും അവരുടെ വിരഹം സഹിക്കാൻ കഴിയാതെ അശക്തരായിട്ടവർ വിഷാദമൂകരായി തീർന്നു. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, തങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ അത്രയും പ്രാധാന്യം കൊടുത്ത ആൾ, ഇത്രയും നാളും തങ്ങളോടൊപ്പം എല്ലാറ്റിനും കൂടെ നിന്ന ആൾ പോകാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷാദം അവരുടെ എല്ലാം മനസ്സിൽ തളം കെട്ടിയിട്ട് വളരെ മൂകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ എല്ലാം വിഹരിച്ചത്. അവരെല്ലാം കണ്ണിമയ്ക്കാതെ ഭഗവാന്റെ യാത്രയെ നോക്കി നിന്നു. വേണ്ടപ്പെട്ടവർ പിരിഞ്ഞു പോകുമ്പോൾ കരയുന്നത് അമംഗളമായതിനാൽ അവരുടെ മനസ്സിലുണ്ടായ ആ വിഷമം കണ്ണുനീരായി പുറത്തു വരാതെ അവർ നിയന്ത്രിച്ചു. ഭഗവാൻ യാത്ര പുറപ്പെട്ട ആ സമയത്ത് മൃദംഗം, ശംഖ്, ഓടക്കുഴൽ, പെരുമ്പറ മുതലായ വാദ്യങ്ങൾ മുഴങ്ങി. കൗരവ സ്ത്രീകൾ സ്വന്തം ഗൃഹങ്ങളുടെ മുകളിലേറി ഭഗവാനെ ശിരസിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി. അർജുനൻ ഭഗവാന് വെൺകുറ്റക്കുട പിടിച്ചു. സാത്വികിയും ഉദ്ധവനും വെഞ്ചാമരം വീശി. വഴിയുടെ ഇരുഭാഗത്തു നിന്നിരുന്ന ബ്രാഹ്മണർ ഭഗവാനെ ആശീർവദിച്ചു. കൗരവ സ്ത്രീകൾ ശ്രീകൃഷ്ണനെ
ഉദ്ദേശിച്ച് പരസ്പരം പറഞ്ഞ വാക്കുകൾ കേൾക്കുന്നവരുടെ കാതുകളെയും മനസ്സിനെയും ആഹ്ലാദിപ്പിക്കുന്ന വേദസാര സർവസ്വമായി മാറി. അവർ ഭഗവാനെ ഇങ്ങനെ വാഴ്ത്തുകയാണ്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ ഉൽപ്പത്തിക്ക് മുൻപ് പ്രപഞ്ചം വളരെ അവ്യക്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ അവ്യക്തമായി ലയിച്ചു കിടന്ന ആ കാലഘട്ടത്തിൽ ഏകനും അദ്വിതീയനുമായ പരംപുരുഷൻ മാത്രമാണ് ശേഷിച്ചിരുന്നത്. സനാതനനായ ആ ഭഗവാനാണ് ഇന്ന് നമ്മളുടെ മുന്നിലൂടെ ഈ കടന്നു പോകുന്ന ശ്രീകൃഷ്ണനെന്ന് ആ കൗരവ സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും പ്രാണായാമം കൊണ്ട് പ്രാണനെയും അടക്കിയ യോഗികൾ ഭക്തി കൊണ്ട് നിർമ്മലമായി തീർന്ന മനസ്സിൽ സാക്ഷാത്കരിക്കുന്ന പരമാത്മ തത്വം തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്രകാരമുള്ള ഭഗവാൻ നമ്മുടെ മനസ്സിനെയും നിർമ്മലമാക്കി തീർത്ത് അനുഗ്രഹിക്കുകയല്ലേ. തൻ്റെ ലീലയാൽ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനും എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ബന്ധപ്പെടാത്തവനുമായി വേദങ്ങളും ശാസ്ത്രങ്ങളും വർണ്ണിക്കുന്ന ഭഗവാനാണ് ഇതാ നമ്മളുടെ മുമ്പിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തമോ ഗുണപ്രധാനികളായ രാജാക്കന്മാരുടെ അധർമ്മം സഹിക്കാതെ വയ്യാതായി തീരുമ്പോൾ ഭഗവാൻ സത്വഗുണത്തിലൂടെ അവതരിച്ച് സത്യം, ദയ, ഋതം, കീർത്തി എന്നിവയെ വീണ്ടും സ്ഥാപിക്കുന്നു. യദുവിൻ്റെ വംശം എത്രയോ ധന്യമാണ്. ആ വംശത്തിലാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. മധുരാപട്ടണവും ധന്യം തന്നെയാണ്. ഭഗവാൻ തൻ്റെ ലീലകളെ കൊണ്ട് മധുരാ നഗരത്തെ ധന്യമാക്കി തീർത്തില്ലേ. ദ്വാരക സ്വർഗത്തിൻ്റെ കീർത്തിയെപ്പോലും നിസ്സാരമാക്കി തീർക്കുന്നു. ദ്വാരകാവാസികൾ ശ്രീകൃഷ്ണൻ്റെ മന്ദഹാസസുന്ദരമായ മുഖം കാണുമ്പോൾ അനുഭവിക്കുന്ന സുഖത്തിനു മുൻപിൽ സ്വർഗസുഖം എത്രയോ തുച്ഛമാണ്. ശ്രീകൃഷ്ണ പത്നിമാർ വ്രത അനുഷ്ഠാനങ്ങൾ, പുണ്യതീർത്ഥസ്നാനം, ഹോമം മുതലായ സൽക്കർമ്മങ്ങളാൽ പൂർവജന്മങ്ങളിൽ ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടാകണം. അതാണല്ലോ അവർക്ക് അവിടുത്തെ പാദസേവ ചെയ്യുവാൻ, എപ്പോഴും ആ തൃപാദങ്ങളിൽ സേവ ചെയ്യുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചത്. സ്വയംവരത്തിൽ ശിശുപാലൻ, സാൽവൻ, ജരാസന്ധൻ മുതലായ രാജാക്കന്മാരെ തോൽപ്പിച്ച് ഭഗവാൻ അപഹരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ച രുക്മിണി മുതലായ 8 പത്നിമാരും നരകാസുരന്റെ അന്തപുരത്തിൽ നിന്നും മോചിപ്പിച്ച് ഭഗവാൻ ഒരേ മുഹൂർത്തത്തിൽ വിവാഹം ചെയ്തവരായ 16,000 രാജകുമാരിമാരും ഭാഗ്യവതികളാണ് എന്ന് കൗരവ സ്ത്രീകൾ ഭഗവാനെ ഇങ്ങനെ ശ്ലാഘിക്കുകയാണ്. ഉപനയനം, വേദപഠനം, ഗുരുകുല വിദ്യാഭ്യാസം, വൈദിക കർമ്മ അനുഷ്ഠാനങ്ങൾ ഇവയ്ക്കൊന്നിനും അർഹതയില്ലല്ലോ ഞങ്ങൾ സ്ത്രീകൾക്ക്. ഒരു കണക്കിന് ഞങ്ങൾ സ്ത്രീകൾ ശപിക്കപ്പെട്ട ജീവിതമാണ് അനുഭവിക്കുന്നത് തന്നെ. എന്നാൽ ഭക്തി പ്രഭാവത്താൽ ഭഗവാനെ സ്വാധീനിക്കാൻ കഴിഞ്ഞ അങ്ങയുടെ പത്നിമാർ സ്ത്രീ ജന്മത്തെ തന്നെ ധന്യമാക്കി തീർത്തിരിക്കുന്നു കൃഷ്ണ എന്ന് ഇവർ പറയുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ ജന്മത്തെ ധന്യമാക്കി തീർക്കുന്ന ശ്രേഷ്ഠരാണ്. പൂർവ്വജന്മാർജിതമായിട്ട് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ഈ 16,008 സുരസുന്ദരിമാരെ പോലെ ശ്രേഷ്ഠകളായിട്ടുള്ള ഭഗവാന്റെ പത്നിമാരെ. ഇപ്രകാരം തന്നെ സ്തുതിച്ചു പറയുന്ന കൗരവ സ്ത്രീകളെ പുഞ്ചിരി കൊണ്ടും കടാക്ഷം കൊണ്ടും അനുഗ്രഹിച്ച് ഭഗവാൻ യാത്ര തുടർന്നു. യുധിഷ്ഠിരൻ സ്നേഹാധിക്യത്താൽ ശ്രീകൃഷ്ണന്റെ രക്ഷയ്ക്കായി ഒരക്ഷഹുണി സൈന്യത്തെ പിന്നാലെ പറഞ്ഞയച്ചിരുന്നു. തന്നെ അനുഗമിക്കുന്നവരെയോടെല്ലാം നല്ല വാക്കു പറഞ്ഞ് തിരിച്ചയച്ച ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കുരു, ജാങ്കലം, പാഞ്ചാലം, ശൂരസേനം, യമുനാ നദിയുടെ തീരപ്രദേശങ്ങൾ, ബ്രഹ്മാവർത്തം, കുരുക്ഷേത്രം, വിരാടരാജ്യം, സരസ്വതീ തീരം, മരുഭൂമികൾ, സൗവീരം, ആഭീരം എന്നീ ദേശങ്ങളും രാജ്യങ്ങളും കടന്ന് സന്ധ്യയോടെ ഭഗവാൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു. ദ്വാരകയുടെ സമീപത്തെത്തിയ ഭഗവാൻ തൻ്റെ പാഞ്ചജന്യമെന്ന ശംഖ് ഇങ്ങനെ വിളിച്ചു. ഭഗവാന്റെ പാഞ്ചജന്യം ത്രിലോകങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ആ ശബ്ദം
അനുഭവിക്കുവാൻ, കേൾക്കുവാൻ, ആസ്വദിക്കുവാൻ കഴിയുന്നവർ എത്രയോ പുണ്യം ചെയ്തവരാണ്. ലോകത്തിൻ്റെ ഭയമകറ്റുന്ന ആ ശംഖനാദം കേട്ട് ദ്വാരകയിലെ പ്രജകളെല്ലാം തങ്ങളുടെ സർവസ്വമായ ശ്രീകൃഷ്ണ ഭഗവാനെ എതിരേറ്റു. ആത്മാരാമനും സകലവിധ ആഗ്രഹങ്ങളും സാധിച്ചവനുമായ ഭഗവാനെ പലവിധ കാഴ്ചദ്രവ്യങ്ങളും സമർപ്പിച്ച് അവർ സന്തോഷ ആധിക്യത്തിൽ വികസിച്ച മുഖങ്ങളോടെ പറഞ്ഞു: രക്ഷിതാവായ ഭഗവാനെ, നിന്തിരുവടിയുടെ പാദകമലങ്ങളെ ഞങ്ങൾ എപ്പോഴും സ്മരിക്കുന്നു. ബ്രഹ്മാവ്, ശിവൻ എന്നീ ദേവശ്രേഷ്ഠന്മാർ പോലും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവയും സംസാര സാഗരത്തിൽ സുഖം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയീഭൂതങ്ങളുമാണല്ലോ അങ്ങയുടെ ഈ പാതാരവിന്ദങ്ങൾ. എല്ലാറ്റെയും സംഹരിക്കുന്ന കാലനു പോലും നിന്തിരുവടിയെ ബാധിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കാലകാലനായ ഭഗവാൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഭഗവാൻ, ലോകങ്ങളെ മുഴുവൻ രക്ഷിച്ചരുളുന്ന അലയോ ഭഗവാനെ, അവിടുന്ന് ഞങ്ങൾക്ക് ക്ഷേമം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയും അച്ഛനും സുഹൃത്തും രക്ഷിതാവും സൽഗുരുവും പരദേവതയുമെല്ലാം അവിടുന്ന് മാത്രമാണ്. ദ്വാരകാവാസികൾ ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്. ദ്വാരകയിലേക്ക് വന്ന് പാഞ്ചജന്യ ശബ്ദത്തോടുകൂടി ഭഗവാൻ ദ്വാരകയിലെത്തുമ്പോൾ ദേവന്മാർക്ക് പോലും കാണാൻ കഴിയാത്ത അലയോ ഭഗവാനെ, ഞങ്ങളുടെ രക്ഷിതാവായി അങ്ങ് തീർന്നതോടെ ഞങ്ങൾ ശരിക്കും നാഥനുള്ളവരായി തീർന്നു. സ്നേഹം കൊണ്ടലിഞ്ഞ പുഞ്ചിരിയോടും കാരുണ്യ കടാക്ഷത്തോടും കൂടിയതും സർവാംഗ സുന്ദരവുമായ അവിടുത്തെ ഈ മോഹന സ്വരൂപത്തെ ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യമുണ്ടായല്ലോ കൃഷ്ണ. ചെന്താമരാക്ഷനായ ഭഗവാനെ, അവിടുന്ന് പാണ്ഡവരെ കാണാൻ ഹസ്തിനപുരത്തേക്കോ ഗോപന്മാരെ കാണാൻ മധുരയ്ക്കോ പോയാൽ ഓരോ നിമിഷവും ഞങ്ങൾക്ക് കോടിക്കണക്കിന് വർഷങ്ങളെ പോലെ നീണ്ട കാലമായിട്ടാണ് തോന്നുന്നത്. ഭഗവാൻ ഒരു ദിവസം ഒരു നിമിഷം ദ്വാരക വിട്ടു പോയി കഴിഞ്ഞാൽ ദ്വാരകാവാസികൾ നീണ്ട വിരഹമാണ് അനുഭവിക്കുന്നതെന്ന്. സൂര്യൻ ഇല്ലെങ്കിൽ ജീവികളുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഇല്ലല്ലോ. അതേപോലെയാണ് അവിടുന്ന് പോയാൽ പിന്നെ ഞങ്ങളുടെ ജീവിതവും വളരെ ശൂന്യമായി, അന്ധകാര നിബിഡമായി മാറുന്നു ഭഗവാനെ എന്ന് അവർ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഇപ്രകാരം തന്നെ സ്തുതിക്കുന്ന പ്രജകളെ കാരുണ്യ കടാക്ഷം കൊണ്ട് അനുഗ്രഹിച്ച ഭഗവാൻ ആ ദ്വാരകാ പട്ടണത്തിൽ പ്രവേശിക്കുന്നു. മധുക്കൾ, ഭോജന്മാർ, ദശാർഹന്മാർ, അർഹന്മാർ, കുകുരന്മാർ, അന്ധകന്മാർ, വൃഷ്ണികൾ മുതലായവർ എല്ലാം ഇപ്പോഴും ദ്വാരകയെ രക്ഷിച്ചു പോന്നിരുന്നു. എല്ലാ ഋതുക്കളിലും പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ വൃക്ഷങ്ങളോട് കൂടിയ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ദ്വാരകയുടെ പ്രത്യേകതയായിരുന്നു. ഗോപുരത്തിലും രാജപാതയുടെ രണ്ടു ഭാഗത്തും തോരണങ്ങളെ കൊണ്ടും കുടിക്കൂറകളെ കൊണ്ടും അലങ്കരിച്ചിരുന്നു. പാതകളെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി സുഗന്ധജലം തളിച്ച് പുഷ്പങ്ങളും തളിരുകളും വിതറി സഞ്ചരിക്കാൻ സുഖകരമാക്കി തീർത്തിരുന്നു. ഓരോ ഗൃഹത്തിൻ്റെയും മുൻഭാഗത്ത് തൈര്, അക്ഷതം ഇവയോടുകൂടിയ പൂർണ്ണ കുംഭങ്ങൾ വെച്ച് നിലവിളക്ക് കൊളുത്തി അലങ്കരിച്ചിരുന്നു. ഓരോ ഗൃഹത്തിലും സുഗന്ധധൂപങ്ങൾ പുകച്ചിരുന്നു. അപ്രകാരമുള്ള ദ്വാരകാപുരിയിലേക്കാണ് ഭഗവാൻ പ്രവേശിച്ചത്. അപ്പോൾ ദ്വാരകാപുരിയിൽ ഭഗവാൻ വാഴുന്ന കാലത്ത് അവിടുത്തെ പാതയോരങ്ങൾ, ഓരോ വീടുകളും, ആ വീടുകളിലെ ആധ്യാത്മിക പ്രഭാവം, ഇതെല്ലാമാണ് നമ്മൾ വിവരിച്ചത്. അപ്പോൾ അത്രയും സ്വർഗീയ തുല്യമായ ആ ദ്വാരകയിലായിരുന്നു ഭഗവാൻ തൻ്റെ പ്രജകളോടൊത്ത് ജീവിച്ചത്. ആ ഭഗവാന്റെ സാന്നിധ്യം, ആ ദ്വാരകയിലെ ദ്വാരകാവാസികളായ ആ ജന്മമെടുത്ത മനുഷ്യർ എത്രയോ പൂർവജന്മ പുണ്യം അനുഭവിച്ച സുഹൃതികളായിരിക്കും. അവർക്ക് ഭഗവാനെ കണ്ണുകൊണ്ട് കാണുവാനും മനസ്സുകൊണ്ട് ആ ചേതോഹര രൂപവും ആ കടാക്ഷവും ആ പുഞ്ചിരിയും അനുഭവിക്കുവാനും ആ ഭഗവാന്റെ സാന്നിധ്യം, അനുഭവം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദ്വാരകയുടെ ആ മണ്ണിൽ ജീവിക്കുവാൻ കഴിഞ്ഞതും എല്ലാം എത്രയോ സുഹൃതമാണ്. ഭഗവാന്റെ സുഹൃതികളായിട്ടുള്ള അനേകം ഭക്തരാകാം അപ്പോൾ അവിടെ ആ മനുഷ്യരൂപത്തിൽ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്ന ഭഗവാനെ എല്ലാവരും സ്നേഹത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി, കാരുണ്യക്കടലായ ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് ആനന്ദ നിർവൃതിയിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ
ഇത്രയും ഭാഗം കൊണ്ട് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. നാളെ ബാക്കി ഭാഗങ്ങൾ തുടരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ ലീലകൾ ആദ്യന്തം വിവരിക്കുന്ന ശ്രീമദ് ഭാഗവതം, വ്യാസവിരചിതമായ ശ്രീമദ് ഭാഗവതം ഭക്തി കൊണ്ട് മനസ്സുകളെ ഇളക്കി മറിക്കുവാൻ, ഭഗവാന്റെ ലീലകൾ കൊണ്ട് ഓരോ ഹൃദയത്തെയും ഭഗവാനിലേക്ക് അടുപ്പിക്കുവാൻ ഉതകുന്ന വിധത്തിൽ, ഭക്തിയിലൂടെ മുക്തി സിദ്ധിക്കുവാൻ ഉതകുന്ന വിധത്തിൽ വ്യാസഭഗവാൻ സ്വന്തം ആത്മാവിൽ ലയിച്ചിരുന്നു കൊണ്ട്, ആത്മബോധത്തിൽ ലയിച്ചിരുന്ന ശേഷം മറ്റെല്ലാ സൃഷ്ടികളെക്കാൾ ഉപരിയായി ഭഗവാന്റെ ആത്മബോധം നിറഞ്ഞ ആ ഒരു ഹൃദയത്തോടെ എഴുതിയതാണ്. ഭക്തി സാന്ദ്രമായി തീർന്നത് അതുകൊണ്ട് മാത്രമാണ് ഭാഗവതം. ഇത് വായിക്കുന്നവർക്ക് വേദവ്യാസ ഭഗവാനെ അനുഭവിച്ച അതേ ഭക്തിയും ആ മുക്തിയും വായിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കും. ഇത് കേൾക്കുന്നവർക്കും ലഭിക്കും. ഇത് മനനം ചെയ്യുന്നവർക്കും ആ ഭഗവത് സാരൂപ്യം ലഭിക്കും. ഇത് ഭഗവാന്റെ വാക്കുകളാണ്. വേദവ്യാസ മഹർഷിയിലൂടെ ഭഗവാൻ നമുക്ക് തന്ന ഭക്തിയുടെ അലയൊലികളാണ് ഭാഗവതം. ഭക്തിയിലേക്ക് അടുക്കുവാൻ ഏറ്റവും ആദ്യം വേണ്ടതും അവസാനം വേണ്ടതും ഈ ഭാഗവത പാരായണവും അതിൻ്റെ കേൾവിയും അതിൻ്റെ മനനവും എല്ലാമാണ്. എല്ലാവരെയും ഭഗവാന്റെ ഭക്തി ഉള്ള ആ പത്മപാദങ്ങളിലേക്ക്, ഭഗവാന്റെ ആ പത്മപാദങ്ങളിലേക്ക് ഭക്തിയോടെ ഓരോരുത്തരും വന്നടുക്കുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ പരമമായ അനുഗ്രഹമുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.